ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കണി കാണണ്ടേ? അതല്ല അമ്മ ഈ വിഷു എന്ന് പറഞ്ഞാൽ. അതോ, വിഷു എന്ന് പറഞ്ഞാൽ തുല്യം എന്നാണ് അർത്ഥം. രാത്രിയും പകലും ഒരുപോലെ വരുന്ന കാലമാണ് വിഷുക്കാലം. നമ്മുടെ നാട്ടിലെ കാർഷികോത്സവവുമായി ബന്ധപ്പെട്ട് മേടം 1-നാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. ഇനി എല്ലാവർക്കും ഉറങ്ങാൻ പോകാം. രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ? അമ്മ, ഞങ്ങളൊരു കഥ പറഞ്ഞിട്ടുണ്ടാവും. കഥ പറയണോ? ശരി, എന്നാൽ ഇന്ന് വിഷുവിനെ കുറിച്ചുള്ള കഥയായാലോ? ഓക്കെ, വേഗം പറഞ്ഞു. പണ്ട് ഒരു രാക്ഷസ രാജാവ് ഉണ്ടായിരുന്നു, രാവണൻ. രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യഭഗവാനെ രാവിലെ നേരെ ഉദിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. വെയിൽ രാവണന്റെ കൊട്ടാരത്തിനകത്ത് കിടക്കുന്നത് രാവണന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അയ്യേ, ആർക്കാ വെയിൽ ഇഷ്ടമില്ലാത്തത്? എന്റെ ദുഷ്ടനല്ലേ ഈ രാവണൻ? അതെ, വളരെ നാളുകൾക്ക് ശേഷം ശ്രീരാമകൃഷ്ണൻ ദുഷ്ടനായ രാവണനെ കൊന്നു. എന്നിട്ട് രാവണന്റെ സ്ഥലമായ ലങ്ക ദഹിപ്പിച്ചു. അത് കഴിഞ്ഞ് മാത്രമേ സൂര്യഭഗവാൻ നേരെ ഉദിക്കുവാൻ സാധിച്ചുള്ളൂ. രാവണവധവും ലങ്കാദഹനവും കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കെല്ലാം വളരെ സന്തോഷമായി. ആ ആഹ്ലാദ പ്രകടനമായിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. നമ്മൾ ഇന്ന് വൈകുന്നേരം വീടിന് വെളിയിലുള്ള ചപ്പും ചവറുമെല്ലാം അടിച്ചു വാരി കത്തിച്ചില്ലേ? അത് രാവണവധം കഴിഞ്ഞ് ലങ്കാനഗരം ദഹിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. വിഷുവിന്റെ 2 കഥകളല്ലേ അമ്മയോട് പറഞ്ഞത്? രണ്ടാമത്തെ കഥ എന്താ അമ്മ? അടുത്ത കഥയും ഇനി തന്നെ കേൾക്കണോ നിങ്ങൾക്ക്? വേഗം അമ്മേ. വളരെ പണ്ട് കാലത്ത് അഹങ്കാരിയിൽ അത്യന്തശക്തനുമായിട്ടുള്ള ഒരു അസുരനുണ്ടായിരുന്നു. എല്ലാവരും അവനെ നരകാസുരൻ എന്നാണ് വിളിച്ചിരുന്നത്. നരകാസുരനോ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഈ നരകാസുരൻ ദേവന്മാരെയും സിദ്ധന്മാരെയും ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരെയും എന്തു വേണ്ടി സ്ത്രീകളെ പോലും ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാവർക്കും ഈ നരകാസുരനെ കൊണ്ട് പൊറുതി മുട്ടി. അങ്ങനെ അയാളുടെ ദ്രോഹം സഹിക്കാതെ വന്നപ്പോൾ എല്ലാവരും കൂടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുക്കൽ ചെന്ന് സഹായം ചോദിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണന് എല്ലാവരുടെയും അവസ്ഥ കണ്ടിട്ട് മനസ്സറിഞ്ഞു. ഈ നരകാസുരൻ ഭയങ്കര സൂത്രശാലിയായിരുന്നു. അയാൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം മേടിച്ചു. നരകാസുരന്റെ അമ്മയ്ക്ക് മാത്രമേ അവനെ കൊല്ലാൻ പറ്റത്തുള്ളൂ എന്നുള്ള വരം. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഭൂമിദേവിയുടെ അവതാരമായ നരകാസുരന്റെ അമ്മ സത്യഭാമയെ കൂട്ടി ഗരുഡന്റെ പുറത്ത് കയറി നരകാസുരന്റെ നാടായ പ്രാഗ്ജ്യോതിഷത്തിന് മുകളിലൂടെ ചുറ്റിക്കറങ്ങി. എന്നിട്ട് അവിടുത്തെ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒക്കെ മനസ്സിലാക്കി. പിന്നീട് അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. അങ്ങനെ ആ യുദ്ധത്തിൽ കുറേയധികം അസുരന്മാരെയും അതിഭീകരനായ നരകാസുരനെയും വധിച്ചതിനു ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന സിദ്ധന്മാരെയും ദേവന്മാരെയും എല്ലാം മോചിപ്പിച്ചു. ഇത്രയ്ക്കും ദുഷ്ടനായ നരകാസുരനെ വധിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ടും കൂടെയാണ് നമ്മൾ വിഷു ആചരിക്കുന്നത്. എല്ലാവർക്കും 2 കഥകളും ഇഷ്ടമായോ? ആ,
താങ്ക് യു അമ്മ. എന്നാൽ ഇനി എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു കിടന്നുറങ്ങിക്കോളൂ. നാളെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് വിഷുക്കണി കാണണം. തവ സുപ്രഭാതം.